നമസ്കാരം. മാധ്യമപ്രവർത്തകൻ, നോവലിസ്റ്റ്, ചെറുകഥാകൃത്ത്, നടൻ ഇങ്ങനെ വിശാലമായ വിവിധങ്ങളായ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ജോൺ സാമുവലിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. നോവലുകൾ സാറ് ഒരു 3 എഴുതിയിട്ടുണ്ട്, നോവലുകൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ വലിയൊരു ക്യാൻവാസിലും കൈവച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടി ഒന്ന് പറയാം. നോവലുകൾ ഏതൊക്കെയായിരുന്നു, അതിൻ്റെ ഒരു പശ്ചാത്തലം? നോവലുകളുടെ പശ്ചാത്തലം ഒന്ന് വളരെ ജനപ്രിയത നേടിയ ഒരു നോവലായിട്ടാണ് ആദ്യത്തെ മുക്തിയുടെ തീരെന്ന് പറഞ്ഞ നോവലുകൾ. അത് മനോരമയിൽ സീരിയലൈസ് ചെയ്തതാണ്, ഞായറാഴ്ച പതിപ്പിൽ സീരിയലൈസ് ചെയ്ത് ഒത്തിരി വായനക്കാരെ കിട്ടിയതാണ്. അത് സിനിമയാക്കാനിരിക്കാൻ അതിനൊരു താല്പര്യം ഉണ്ടായിരുന്നു വന്നിട്ടുണ്ട്. പക്ഷെ അത് പല കാരണങ്ങളായി പോയിട്ട് പിന്നെ എഴുതി വരുന്നുണ്ട്. അലഞ്ഞവരുടെ മൊഴി എന്ന് പറയുന്ന നോവൽ എഴുതി. അത് വളരെ ഈ കാലത്തെ അതിജീവിക്കുന്ന ഒരു നോവലാണെന്ന് നമ്മുടെ സംവിധായകൻ അരവിന്ദൻ അത് സിനിമ അല്ല, അദ്ദേഹത്തിന് വളരെ സീരിയസ് ആയിട്ട് അത് സിനിമയാക്കാനായിട്ടുള്ളൊരു ഇതൊട്ട് 2-3 ചെറുപ്പക്കാർ ഒരു സാമ്രാജ്യം, അവരുടെ സ്വന്തം സാമ്രാജ്യം സ്ഥാപിക്കാനായിട്ടുള്ള ശ്രമമായിട്ട് ഇങ്ങനെ ഇങ്ങനെ നാടകദൂരം അലയുന്ന ഒരു കഥയാണത്. അലഞ്ഞവരുടെ മൊഴി എന്ന് തന്നെ പറയും. ഇങ്ങനെ 2 നോവല്. പിന്നെ ഈ പറഞ്ഞ പോലെ കഥകളിലായിരുന്നു കൂടുതൽ ശ്രദ്ധ കൊടുത്തിരുന്നത് നോവൽ എഴുത്തിനെക്കാട്ടിൽ. പക്ഷേ ഇപ്പോഴത്തെ ഇതെല്ലാം ഇപ്പോഴത്തെ എഴുത്തുകാരുടെ പറഞ്ഞാൽ കഥകൾ എഴുതത്തില്ല. കഥകൾക്ക് സാമ്പത്തികമായിട്ട് കുറവാണ്. നോവൽ എഴുതിയാൽ നോവൽ വിറ്റ് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഉണ്ടാവും എന്നൊക്കെ ഉണ്ട്. അപ്പോൾ എഴുത്തുകാരുടെ കൂട്ടത്തിൽ ഇപ്പം നമ്മളിപ്പോൾ എൻ്റെ ഒരു എഴുത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമുക്ക് പല മേഖലകളിൽ എഴുതാനായിട്ടുള്ളൊരു അവസരം ലഭിച്ചിട്ടുണ്ട്. നോവൽ എഴുതിയിട്ടുണ്ട്, കഥകൾ എഴുതി. ഒരു വിവർത്തന കൃതിയും വന്നിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? വിവർത്തന കൃതി വന്ന് DC ബുക്സിൻ്റെ പിന്നെ വിശ്വ മാലിക എന്ന് പറഞ്ഞ ഒരു സാഹിത്യ മാലിക എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ടായിരുന്നു. ക്ലാസിക് നോവലുകളും കഥകളും തർജ്ജമ ചെയ്ത് വിവർത്തനം ചെയ്തിട്ട് കൊടുക്കുന്നത്. അതിൽ അയ്യപ്പ സാറായിരുന്നു അതിൻ്റെ ജനറൽ എഡിറ്റർ. അങ്ങനെ വന്നിട്ട് ഇത് എനിക്ക് അത് ഒരു പിന്നെ റിപ്വാൻ വിങ്കിൾ, വാഷിംഗ്ടൺ ഇർവിങ്ങിൻ്റെ റിപ്വാൻ വിങ്കിളും ആ കഥകൾ, അത് ഒരു 4 കഥകളുണ്ട്. ആ കഥകൾ ചേർത്തിട്ടൊരു പുസ്തകം അങ്ങനെ വിവർത്തനം ഒരു വിവർത്തനം നടത്തിയിട്ടുണ്ട്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത് ബാലസാഹിത്യമാണ്. സാധാരണ എഴുത്തുകാരെ സംബന്ധിച്ച് ബാലസാഹിത്യം കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് പണിപ്പെട്ടൊരു പണിയാണ്. അപ്പോൾ സാറാണെങ്കിൽ അവിടെയും കൈവച്ചിട്ടുണ്ട്, അവിടെ നിന്നുള്ള അവാർഡുകൾ ധാരാളം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബാലസാഹിത്യത്തിലേക്കുള്ളൊരു കടന്നുവരവ്, ബാലസാഹിത്യത്തിലേക്ക് കടന്നുവരാനായിട്ട് നേരത്തെ ഒരു വഴി തെളിഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം. പക്ഷേ ഇതിനകത്ത് അതും DC സാറുമായിട്ടുള്ളൊരു വ്യക്തിപരമായിട്ടുള്ളൊരു ബന്ധത്തിൻ്റെ പുറത്താണ് ബാലസാഹിത്യത്തിലേക്ക് ശ്രദ്ധിക്കാനായിട്ട് കാര്യം ലോക ബാലവർഷമായിട്ട് 1979 ആചരിക്കുകയുണ്ടായി. ആ സമയത്ത് കുറേ പിന്നെ കുട്ടികൾക്ക് വേണ്ടിയുള്ള പുസ്തകങ്ങൾ അദ്ദേഹം പബ്ലിഷ് ചെയ്തു, DC ബുക്സ് പബ്ലിഷ് ചെയ്തു. ഒരു പുസ്തകം എന്നെ ഏൽപ്പിച്ചത്. അപ്പോൾ കുറേ നാടോടി കഥകൾ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ നമ്മുടെ കേരളത്തിലെ നാടോടി കഥകളെല്ലാം കൂടി ചേർത്തിട്ടൊരു 8 കഥയോ മറ്റോ ചേർത്തിട്ടാണ് ഇത് കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് SPCSൻ്റെ സാഹിത്യ പ്രവർത്തക സംഘത്തിൻ്റെ ഒരു സെക്രട്ടറി ഉണ്ട്. അദ്ദേഹം എൻ്റെ അടുക്കൽ ഈ കഥ ഒരു വർഷത്തെ ഇങ്ങനെ ഇതിനെക്കുറിച്ച് പറയുമല്ലോ. അപ്പോൾ അദ്ദേഹം ഈ ഒരു കഥകൾ വിശ്വോത്തര കഥകൾ എന്ന് പറഞ്ഞ്, നാടോടി കഥകൾ എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുത്ത ലോക ഭാഷകളിലുള്ള തിരഞ്ഞെടുത്ത കഥകളെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഈ വിശ്വോത്തര നാടോടി കഥകൾ ഇത് പിന്നെ അതിനാണ് ഈ സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അവാർഡും SBT ബാലസാഹിത്യ അവാർഡും കിട്ടിയത്. അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒത്തിരി നാടോടി കഥകൾ പല രാജ്യങ്ങളിൽ നിന്നുള്ളത് വായിച്ചപ്പോൾ ഈ 25 കഥകളേ ഉള്ളൂ. 25 അല്ല അതിൽ വരാവുന്നത്. നോക്കിയപ്പോൾ നാടോടി കഥ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ സംസ്കാരത്തിൻ്റെ ഏറ്റവും ആണിക്കല്ലുകളാണ്. അവിടെ നിന്നാണ് ഏത് സംസ്കാരവും അല്ലേ നാടോടിയായിട്ട് പകർന്നു വന്ന. അതെ, നാടോടി കഥകളുടെ ആ ഒരു ചരിത്രവും എല്ലാം കൂടെ ചേർന്ന് ആകപ്പെടെയുള്ള. അപ്പം അങ്ങനെ വന്നപ്പോൾ ഇത് ഞാൻ ഒത്തിരി ധാരാളം ഈ ഭൂഖണ്ഡങ്ങൾ തോറും ഈ കഥകളുടെ ഇത് നമുക്ക് നെറ്റിൽ കിട്ടുമല്ലോ ആവശ്യത്തിന്. അപ്പോൾ എനിക്ക് തോന്നി ഈ 24-25 ഇത് ഒതുങ്ങില്ല. അതിൻ്റെ ഒരു പരമ്പര. നാടോടി കഥകൾക്ക് വേറൊരു വലിയ രസമുണ്ട്. ഈ പല കഥകളും നമ്മളിപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ എന്താണ് അന്ധരാനയെ കണ്ട ഒരു വളരെ രസകരമായ ഒരു ഇന്ത്യൻ കഥയായിട്ടാണ് അത് പറയുന്നത്. പക്ഷേ ഇത് തന്നെ ആഫ്രിക്കയിലും ഉണ്ട്. അതിൻ്റെ വേറൊരു രീതിയിൽ അവരും എഴുതുന്നത്. അങ്ങനെ കഥകൾ തമ്മിൽ ഈ ഭൂഖണ്ഡങ്ങൾ തമ്മിലുള്ള ഭാഷകളിലെ കഥകൾ തമ്മിൽ പോലും സാമ്യമുണ്ട്. ആ ഒരു കാഴ്ച അത് മനസ്സിലാക്കിയപ്പോഴാണ് ഈ കഥകളൊന്നും മലയാളത്തിന് പരിചയപ്പെടുത്തിയിൽ എന്താണെന്നുള്ളൊരു തോന്നലുണ്ടായിട്ട് 5 ഭാഗങ്ങളുള്ള 5 പുസ്തകങ്ങളാണത്. എല്ലാ ഭൂഖണ്ഡങ്ങളും, യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക, അമേരിക്ക, ഓസ്ട്രേലിയ, ഇങ്ങനെ 5 ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള 111 കഥകൾ വിവർത്തനമല്ലേ ചെയ്തത്, പുനരാവിഷ്കരിച്ച 5 പുസ്തകങ്ങളായിട്ട് ഒരു ഇതിറക്കിയിട്ടുണ്ട്. ചിന്ത പബ്ലിഷേഴ്സ് അത് ഇറക്കിയത്.
111 കഥകളാണ് അതിൽ. അതിന് വേണ്ടി വന്ന കാലഘട്ടം 3 വർഷത്തോളം എടുത്തു. കഥകൾ വായിക്കുക, കഥകളുടെ സെലക്ഷൻ, അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിന് പുനരാവിഷ്കാരം കൊടുക്കുക, തിരുത്തുക, എല്ലാം കൂടെ ചേർത്തിട്ട് ഏകദേശം 3 വർഷത്തെ ഒരു വലിയൊരു പ്രയത്നം എന്ന് പറയാം. അങ്ങനെ അതിൽ വളരെ അസൽ പ്രൊഡക്ഷനായിട്ട് ചിന്ത പബ്ലിഷ് ചെയ്തത് പുറത്തിറക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ ബാലസാഹിത്യമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാകുന്നത്. അതുപോലെ DC-യുമായി സഹകരിച്ചുകൊണ്ട് ചെറുകഥകളുടെ ഒരു എഡിറ്റ് ചെയ്തൊരു പുസ്തകം വന്നിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി തലത്തിൽ പാഠപുസ്തകമായിട്ടുണ്ട്. അത് നല്ലൊരു ഒരു വർക്കായിരുന്നു. വർക്കെന്ന് പറഞ്ഞാൽ അതിന് എഡിറ്ററായിട്ടാണ് ഞാൻ വർക്ക് ചെയ്തത്. പക്ഷെ അതിൻ്റെ പ്രധാന കാരണക്കാരനൊന്ന് പത്മരാജനായിരുന്നു. ഞാൻ ആകാശവാണി ജോലി ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഈ എല്ലാ അദ്ദേഹമായിട്ടൊരു വളരെ ഞാനും അനൗൺസറാണ്, അദ്ദേഹം അനൗൺസറാണ്. അപ്പോൾ ഞങ്ങൾ കിട്ടുന്ന സമയത്ത് അന്നേരം സാഹിത്യത്തെക്കുറിച്ചും ഇതൊക്കെ സംസാരിക്കും, കഥകൾ വരുന്ന ആനുകാലികങ്ങളിൽ വരുന്ന കഥകൾ വായിക്കും, അതിനെക്കുറിച്ച് സംസാരിക്കും. അങ്ങനെ എഴുതുമ്പോൾ ഞാനൊരു ദിവസം ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ സംബന്ധിച്ച് ഞാനിങ്ങനെ ഒരു സജഷൻ കൊടുത്തു, ഇത് സെലക്ട് ചെയ്തിട്ട് നമുക്കൊരു പുസ്തകമാക്കിയാൽ എങ്ങനെ ഇരിക്കും, നല്ല കഥകൾ എടുത്തത്, അത് നല്ല ഐഡിയ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം കൂടെ എന്നെ സഹായിച്ചു. കാര്യം എനിക്കന്ന് ആ എഴുത്തുകാരെ ഒന്നും പരിചയമില്ല, വലിയതായിട്ടൊന്നും വലിയ പരിചയമില്ല. ഇപ്പം OV വിജയന്, സക്കറിയ, പുനത്തൽ കുഞ്ഞ് ഇങ്ങനെ. പക്ഷെ പത്മരാജനായിട്ട് വളരെ അടുപ്പമായിരുന്നു അവർക്കെല്ലാം. പത്മരാജൻ പറഞ്ഞു ഞാൻ എല്ലാവർക്കും എഴുതാം എന്ന് പറഞ്ഞ് എഴുതിയിട്ട്, പക്ഷെ ഇത് പബ്ലിഷ് ചെയ്യാൻ ആൾ വേണ്ടേ, DC സാറിനെ തന്നെ ബന്ധപ്പെടുന്നു. DC സാർ വളരെ സന്തോഷത്തോടു കൂടി അത് എടുത്തിട്ട് എനിക്ക് തോന്നുന്നു 1977 തോന്നുന്നു ആദ്യത്തെ 11 കഥകൾ സീരീസിൽ അത് വന്നേ. ചിലപ്പോൾ 7 വർഷത്തോളം അങ്ങനെ എഡിറ്റ് ചെയ്ത് വരുന്നതിൽ ആദ്യത്തെ ഒരു ഗണത്തിൽപ്പെടുന്ന സമാഹാരം എന്നൊക്കെ പറയാവുന്ന പുസ്തകമായിരിക്കും. അന്ന് ആ ഒരു സർവ്വസാധാരണമാണെങ്കിലും അന്നത്ര ഇല്ലില്ല വന്നിട്ട്. അത് പക്ഷേ കാര്യമുണ്ട്, ഇത് ഏറ്റവും മികച്ച കഥകളാണ്. വൈക്കം മുഹമ്മദ് ബഷീർ തുടങ്ങി ഇങ്ങോട്ട് എനിക്ക് തോന്നുന്നു അന്ന് TV കൊച്ചുബാവ സുവർണ്ണ കാലഘട്ടത്തെ തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ ഒരു 10, 60, 65, 70 കഥാകാരന്മാർ ഇതിലൂടെ പോയിട്ടുണ്ട്. അവരുടെ എല്ലാ ഏറ്റവും മികച്ച കഥകളാണ്. ഒരു കാലഘട്ടത്തിൻ്റെ ഒരു മലയാള ചെറുകഥാ സാഹിത്യത്തിന് അത് മാത്രമല്ല, അതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്, അതിൻ്റെ വലിയൊരു ആകർഷണം എന്ന് പറഞ്ഞാൽ ഈ എല്ലാ കഥകൾക്കും ഒരു ഒരു പഠനം ഉണ്ടായിരുന്നു. അത് നിർവഹിച്ചത് പേര് കേട്ടാൽ നമുക്കറിയാം. ആ കഥകൾ എനിക്ക് മുഴുവൻ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, കാര്യം ഇപ്പോഴത്തെ തലമുറയ്ക്ക് അത് കിട്ടിയിട്ടില്ല. KP അപ്പൻ, പിന്നെ M കൃഷ്ണൻ നായർ സാറ്, പിന്നെ KM തരകന്, M തോമസ് മാത്യു, രാജകൃഷ്ണൻ, നരേന്ദ്ര പ്രസാദ്, ഇങ്ങനെയുള്ള പ്രസിദ്ധരായിട്ടുള്ള നിരൂപകരാണ് അത് മുഴുവൻ പ്രസന്റ് ചെയ്തത്, അവതരിപ്പിച്ചത് ആ കഥകൾ. വലിയ ഇനിഷ്യേറ്റീവായിരുന്നു. പിന്നീട് ഇപ്പം മാധ്യമ പ്രവർത്തനം അല്ല, മാധ്യമ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് ഇഷ്ടത്തോടെ തിരഞ്ഞെടുത്തായിരുന്നോ അതോ ഒരു ജോലി എന്നുള്ള നിലയിലേക്ക് വന്നതായിരുന്നോ? എങ്ങനെയാണ് അതിൻ്റെ ഒരു മാധ്യമ പ്രവർത്തനം? യാദൃശ്ചികമല്ലേ ഏതായാലും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പത്രം വായിച്ചിട്ടുള്ള ഒരു നമുക്ക് കാര്യങ്ങൾ അറിയാനുള്ള ഒരു, ചിലപ്പോൾ അത് ഓരോരുത്തർക്കും ഓരോരോ താല്പര്യങ്ങൾ കാണുമല്ലോ. ആ താല്പര്യത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം അന്നിങ്ങനെ വന്നിട്ട് പത്രപ്രവർത്തനം തുടങ്ങിയത്. അത് കഴിഞ്ഞപ്പോൾ ആകാശവാണിയിലേക്ക് പോയത്. ആകാശവാണിയിൽ 9 വർഷത്തോളം അനൗൺസറായിട്ട് ജോലി ചെയ്തു. അത് കഴിഞ്ഞിട്ട് ടെലിവിഷൻ ദൂരദർശനിലേക്ക് വരുന്നു. അപ്പോൾ പിന്നെ അത് മാത്രം മാധ്യമപ്രവർത്തനത്തിൽ മാത്രമല്ല, നാടകമുണ്ട്, സിനിമയുണ്ട്, അപ്പോൾ എല്ലാ മേഖലകളിലും ഇങ്ങനെ ഒരു. അപ്പോൾ എൻ്റെ ഒരു ഇതിൽ പറഞ്ഞ് നമ്മൾ എഴുത്തിൻ്റെ കാര്യത്തിൽ ഇപ്പം നോവൽ എഴുതുന്ന ആൾ നോവൽ മാത്രമേ എഴുതാവൂ, അല്ലെങ്കിൽ കഥകൾ എഴുതുന്ന ആൾ കഥകൾ മാത്രമേ എഴുതാവൂ, ഒന്നുമില്ല. ഒരു കള്ളിയിലും പെടാൻ ആവശ്യമില്ല. എഴുത്തിന് നമുക്ക് എന്ത് തോന്നുന്നു നമുക്ക് എഴുതാം. വേണമെങ്കിൽ എന്താണ് ഒരു സ്പോർട്സ് ഞാൻ എഴുതിയിട്ടുണ്ടല്ലോ, സ്പോർട്സ്, അതും സംസ്ഥാന പുരസ്കാരം കിട്ടിയിട്ടുണ്ട് ആ പുസ്തകത്തിന്. അപ്പോൾ ഇതിനകത്ത് ഒരു കൃഷിപ്പണിയെക്കുറിച്ചൊരു നല്ല അതിമനോഹരമായിട്ട് എഴുതാം. എഴുത്തുകാരനെ സംബന്ധിച്ചുള്ള എന്താ കുഴപ്പം അല്ലേ? അല്ല, ഇപ്പം ഇത് പറയാനൊരു കാര്യം, ഈ കഥകൾ എഴുതുന്ന കൂട്ടത്തിൽ ഒരിക്കലും ഞാൻ നല്ലൊരു പ്രണയകഥ എഴുതി, അത് കലാകൗമുദിയിൽ പറ്റും അത് പബ്ലിഷ് ചെയ്ത്. അപ്പോൾ നമ്മുടെ ഒരു നിരൂപകരാണല്ലോ എഴുത്തുകാരെ വഷളാക്കുന്നത്. അപ്പോൾ ഈ എല്ലാ നിരൂപരും ഞാൻ പറഞ്ഞതല്ലാതല്ലേ, എണ്ണം പറഞ്ഞ നിരൂപരുണ്ട് മലയാളത്തിൽ, അത് വേറൊരു കാര്യം. ഇപ്പോൾ കുട്ടികൃഷ്ണമാരാരെ, മുണ്ടശ്ശേരി മാഷ് ഇങ്ങോട്ട് തുടങ്ങി രാജകൃഷ്ണ സാർ വരെ ഉള്ള എത്രയോ നല്ല നിരൂപകരുണ്ട്. പക്ഷെ അതല്ലാതെ ചില നിരൂപകരുണ്ട്, അറിയാമല്ലോ, ഈ എഴുത്തിൻ്റെ കാര്യത്തിലുള്ളത്. അപ്പോൾ ഈ ഒരു നിരൂപകൻ ഇതിനെക്കുറിച്ച് എഴുതിയത് അദ്ദേഹത്തിന്. അപ്പോൾ കടുവാകളിൽ നിന്നും പിന്നെ എന്താണ് സമാഗമന കൂടാരം എന്നൊക്കെ പറഞ്ഞിട്ട് 2-3 വേറെ വളരെ വ്യത്യസ്തമായിട്ടുള്ള കഥകളൊക്കെ എഴുതി കഴിഞ്ഞിട്ട്. അപ്പോൾ ജോൺ സാമുവലിൻ്റെ ഈ ചിന്തകളൊക്കെ ഇങ്ങനെ മാറി വരുന്നതേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം കുറച്ചുകൂടെ മറ്റതിൽ ശ്രദ്ധിക്കണം. എന്നുവെച്ചാൽ ഞാൻ പ്രണയകഥ എഴുതാൻ പാടില്ല എന്ന്. എന്താ അതിൻ്റെ അർത്ഥം അല്ലേ? അപ്പോൾ എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം ഏത് വിഷയവും, ഇപ്പോൾ കൃഷിയാണെങ്കിൽ കൃഷി എഴുതാം, എന്താ കുഴപ്പം? അല്ലെങ്കിൽ നല്ലൊരു ഒരു 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 ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നു,
അത് അതിൻ്റെ എങ്ങനെയാണ് എൻ്റെ പ്രിപ്പറേഷൻ, അതിനെക്കുറിച്ച് അത് മാത്രമാണ് സാഹിത്യം, അല്ല ഇത് മാത്രമാണ് നല്ലതെന്നുള്ള ഒരു ധാരണയിൽ വെച്ചുകൊണ്ട് നമ്മുടെ എല്ലാ എഴുത്തുകാരിപ്പം നമ്മുടെ എസ്.കെ. പൊറ്റക്കാട് എന്താണ് ഒന്നാം തരം നമ്മുടെ നോവലുകൾ എഴുതി, അതോടൊപ്പം തന്നെ എത്രയോ യാത്രാ വിവരണങ്ങൾ എഴുതി അല്ലേ. നമ്മുടെ കൂട്ടത്തിൽ സക്കറിയ കഥകൾ എഴുതുന്നു, ചെറുകഥകൾ എഴുതുന്നു, യാത്രാ വിവരണം എഴുതുന്നു. NS മാധവൻ സാറ് സ്പോർട്സ് എഴുതുന്നു, നോവൽ എഴുതുന്നു, കഥ എഴുതുന്നു. സേതു കഥ എഴുതുന്നു, നോവൽ എഴുതുന്നു, സ്പോർട്സ് എഴുതുന്നു. അപ്പോൾ ഈ ഒരു കമ്പാർട്ട്മെൻറ്റിൽ തളച്ചിടുക എന്നുള്ള ആ ഒരു ഇതിനോട് ഒരു യോജിപ്പുമില്ല. എഴുതുക എത്ര നമുക്ക് എന്താണോ എഴുതാൻ തോന്നുന്നത് അത് എഴുതുക. സംഗീതത്തെക്കുറിച്ച് എഴുതാം അല്ലേ, എന്തിനെക്കുറിച്ച് എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ള പക്ഷക്കാരനാണ്. ഓക്കെ. സാറേ, നമ്മൾ മുൻപ് ഒരുപാട് കാര്യങ്ങൾ പറയുകയുണ്ട്, എഴുത്തിൻ്റെ വലിയൊരു പാരമ്പര്യത്തെക്കുറിച്ചും ഒക്കെ പറയുകയുണ്ടായി. അക്കൂട്ടത്തിൽ തന്നെ അഭിനയ ജീവിതത്തെ പറ്റി ഒന്ന് സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ പിന്നീട് സാറ് മാധ്യമ പ്രവർത്തന ജീവിതത്തിലേക്ക് വരികയും ഒക്കെ ചെയ്യുമ്പോൾ തന്നെ ഈ അഭിനയം എന്നുള്ളത് തുടരാൻ കഴിഞ്ഞിരുന്നോ? അതിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? അഭിനയം സത്യത്തിൽ തുടരാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിന് 2 കാരണങ്ങളുണ്ട്, 2 ഘട്ടങ്ങളിലായിട്ടുണ്ട്. ഒന്ന്, ആകാശവാണി കാലത്ത് ഒരു പ്രശ്നമില്ലായിരുന്നു. ആകാശവാണി കാലത്താണ് ഞാൻ അധിക സിനിമയിലൊന്നും അഭിനയിച്ചിട്ടില്ല. പക്ഷെ അതിൽ എണ്ണം പറഞ്ഞ സിനിമകളിലാണ് അഭിനയിച്ചിട്ടുള്ളത്. സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ച സിനിമകൾ, അടൂർ ഗോപാലകൃഷ്ണ സാറിൻ്റെ സിനിമ. അപ്പോൾ അതിനകത്ത് ഈ നമ്മൾ ആകാശവാണി കാലത്ത് ഓരോ സിനിമയ്ക്കും പ്രത്യേകം അനുമതി തരണം. ഒന്നിച്ചുള്ളതിൽ അനുമതി വേണം, സർക്കാർ ഉദ്യോഗസ്ഥനല്ലേ. അപ്പോൾ ഓരോ സിനിമയ്ക്കും പ്രത്യേകിച്ച് അനുമതി തേടിയപ്പോൾ അങ്ങനെ ആകാശവാണി കാലത്ത് അത് കിട്ടുമായിരുന്നു. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നു അടൂർ സാറിൻ്റെ എലിപ്പത്തായം, മുഖാമുഖം, പിന്നെ ശ്രീകുമാരൻ തമ്പിയുടെ ഇടിമുഴക്കം, പിന്നെ ശേഷക്രിയ, യാഗം, ഇങ്ങനെയുള്ള സിനിമകളിലൊക്കെ അന്ന് അഭിനയിക്കാനുള്ളത് അതെല്ലാം തിരക്കില്ലാത്ത വേഷങ്ങളിലായിരുന്നു. 2-3 സിനിമയിൽ നായകനായിട്ട് തന്നെ അഭിനയിച്ചു. അതറിയോ, അങ്ങനെയൊരു കാര്യമുണ്ട്. യോഗം ആരംഭിക്കുകയായി. ആദ്യമായി സഖാവ് ശ്രീധരന് വിവിധ തൊഴിലാളി സംഘടനകൾ രക്തഹാരങ്ങൾ അർപ്പിക്കുന്നതാണ്. എന്നെ മനസ്സിലായില്ലായിരിക്കും. അയ്യോ എന്റെ ഭഗവാനെ, ഈശ്വരനാണ് എനിക്ക് മനസ്സിലായില്ലേ. അയ്യോ ഇതെന്തൊരു മാറ്റവാ. ആ കണ്ണാടിയും കൂടെ വെച്ചപ്പോഴത്തേക്ക് മത്തായിക്കുട്ടിയുടെ ചായ പോലും ഇല്ല. വരുന്ന കാര്യം കറിയാമപ്പഴം മിണ്ടി പോലും ഇല്ലല്ലോ. ഇന്നലെ രാവിലെ എണീറ്റപ്പോ തോന്നി ഒന്ന് വന്നിട്ട് പൊക്കളയാവന്ന്. അടുത്ത ഫ്ലൈറ്റ് കയറി. കാശൊക്കെ കമ്പനിക്കാരല്ലേ കൊടുക്കുന്നത്. എന്നാലും ഇത് നല്ല കൂത്തായി പോയി. ശ്രീദേവി കുഞ്ഞങ്ങ് വളർന്നു പോയല്ലോ. ഉണ്ണിക്കുഞ്ഞെ, ഞാൻ മത്തായിക്കുട്ടിയാ. എന്നെ മനസ്സിലായില്ലെന്നാ തോന്നുന്നേ. മനസ്സിലാവുകയൊക്കെ ചെയ്തു. അവധിക്ക് വന്നതാണോ അതോ ഇവിടെ വന്ന് ഗമയിൽ കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് നടക്കുന്നവന്മാരൊക്കെ അവിടെ ചെന്നാ ചവിട്ടുപണിയാണെന്നാണല്ലോ പറയുന്നത്. ഉള്ളതാണോ? ചുവട്ടുപണി ചെയ്യുന്നവരും ഉണ്ട്. നീ എന്താ ഒരുമാതിരി കറുത്തിരിക്കുന്നേ? വെയിലൊക്കെ ഒരുപാട് കൊള്ളണമായിരിക്കും. നിന്നെ കൊന്ന് കുഴിച്ചു മൂടും. വല്യമ്പ്രാൻ എന്റെ പെങ്ങളെ നശിപ്പിച്ചു. അതിന് നീ എന്തിന് ഇവളെ കൊല്ലുന്നത്? ഇവിടെ മാത്രമാണ് തെറ്റിയത്. ഇവളെ അല്ലാതെ എന്നെ ആരെ കൊല്ലാനാണ്? വല്യമ്പ്രാൻ ഇങ്ങനെ തുടങ്ങിയാൽ അടിയത്തങ്ങൾ എന്ത് ചെയ്യും? നീ ഇവളെ കൊണ്ട് ബംഗാളിലേക്കല്ലേ? കൊച്ചമ്പ്രാനെ, ഞാൻ പറയുന്നതനുസരിച്ച് ഞാൻ മുമ്പേ നടക്കാം. നിങ്ങൾ പിന്നാലെ വന്നാൽ മതി. വാ. അതിലുൾപ്പെട്ടവരെ ഇനി ചോദ്യം ചെയ്തുകൊണ്ട് പ്രയോജനമില്ലെന്ന് തോന്നുന്നു. ആരാണത് ചെയ്തത്? നിങ്ങൾ കാര്യം സംശയമുണ്ടെന്ന് പറഞ്ഞല്ലോ. ആരാണ് അയാൾ? വക്കച്ചൻ. എന്റെ ഈ പടം ആദ്യം റിലീസ് ചെയ്യില്ലെന്ന് അയാൾ എല്ലാവരോടും പറഞ്ഞു നടന്നതാ മോശടൻ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളോ? ഇനി മറ്റാരെങ്കിലും സംശയമുണ്ടോ? അപ്പോൾ അന്ന് പക്ഷേ
അത് കഴിഞ്ഞിട്ട് 1984 ദൂരദർശനിലേക്ക് വന്നതിന് ശേഷം അത് നിഷേധിക്കപ്പെട്ടു. ജീവിതം എന്നുള്ളത് അവിടെ അല്ലല്ല, അതിൻ്റെ നമുക്ക് വെച്ചാൽ അഭിനയ ജീവിതം അവിടെ വെച്ച് നിന്നു എന്ന് പറയാം. കാരണം അത് നമുക്ക് ദൂരദർശനിൽ അത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തുകൊണ്ട് ഇപ്പോൾ ഒരു സിനിമയിൽ ഒരു വർഷത്തിലൊരിക്കലും ഒരു സിനിമയിലല്ല 1-2 വർഷത്തിലൊരിക്കൽ പോയത്, പക്ഷേ പെർമിഷൻ തന്നിട്ടില്ല. നമുക്ക് ഇവിടുന്ന് ദൂരദർശനിലേക്ക് നമ്മൾ ഇതിന് അങ്ങോട്ട് അയച്ചു കഴിഞ്ഞാൽ അവരൊന്നും മിണ്ടത്തില്ല, അവർ പെർമിഷൻ തരാപ്പോൾ അവർ പറ്റത്തില്ല. അപ്പോൾ അഭിനയിച്ചതിനേക്കാൾ കൂടുതൽ അഭിനയിക്കാത്ത സിനിമകളുടെ എണ്ണം ഉണ്ടായിരുന്നു എൻ്റെ പേരിൽ, ഇപ്പോഴും ഉണ്ട്. സത്യം പറഞ്ഞാൽ പ്രഗത്ഭരായിട്ട് ആ സമയത്ത് 82-83 കാലഘട്ടത്തിലാണ് അടൂർ സാറിൻ്റെ സിനിമ, ശ്രീകുമാരൻ നമ്പിയുടെ സിനിമ, പിന്നെ രവിയുടെ സിനിമ, ഇതൊക്കെ വന്നു കഴിഞ്ഞിട്ട് ശിവനാണ് മറ്റേ യാഗം സംവിധാനം ചെയ്തത്, നാഷണൽ അവാർഡ് കിട്ടിയാണല്ലോ. അത് കഴിഞ്ഞിട്ടുള്ള 83-84 കാലഘട്ടത്തിലാണ് സത്യത്തിൽ എനിക്ക് കൂടുതൽ സിനിമയുടെ ഓഫർ വരുന്നത്. 84 ആണ് ഞാൻ ദൂരദർശൻ 84 മെയ്യിലാണ് ജോയിൻ ചെയ്യുന്നത്. 85-ലാണല്ലോ ദൂരദർശൻ തുടങ്ങുന്നത്. അപ്പോൾ ആ സമയത്ത് IV ശശി, പത്മരാജൻ, എൻ്റെ ഏറ്റവും അടുത്ത സൗഹൃദമുള്ള പത്മരാജൻ, JC, KG ജോർജ്, ഇങ്ങനെയുള്ള സംവിധായകരുടെ എല്ലാം ഇവരൊക്കെ പല ഘട്ടങ്ങളിൽ പല സന്ദർഭങ്ങളിൽ വിളിച്ചിട്ടുണ്ട്. തരക്കേടില്ലാത്ത വേഷങ്ങളാണ്. സത്യനന്ദിക്കാട്. അപ്പോൾ പക്ഷേ ആ സമയത്ത് എനിക്ക് പോകുമ്പോൾ സാധിച്ചില്ല. പോകാൻ സാധിക്കാത്തതിൻ്റെ റീസൺ ഈ ഇവിടെ നിന്നുള്ള പെർമിഷൻ, ദൂരദർശനിൽ നിന്നുള്ള പെർമിഷൻ കിട്ടാത്തതുകൊണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറയും, ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ പറയും, അഭിനയിച്ച സിനിമകളെക്കാൾ അഭിനയിക്കാത്ത സിനിമകൾക്കാണ് കൂടുതൽ പ്രാമുഖ്യം. എൻ്റെ വേഷത്തിനായിട്ടൊക്കെ ഒരുപാട് കഷ്ടപ്പെടുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അത് ഒരു നടനെ ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുരന്തമാണെന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെ ഇപ്പം എന്നാൽ പിന്നെ നമ്മൾ ദൂരദർശനിലെ ജോലി വിട്ടിട്ട് അങ്ങ് പൊക്കൂടെ എന്ന് ചോദിക്കാം. പോയി നമ്മൾ അങ്ങനെ പോയാൽ നിങ്ങൾക്ക് അഭിനയിക്കാമല്ലോ എന്ന് പറയാം. പക്ഷെ അതിന് തോന്നിയില്ല എന്നുള്ളതിൻ്റെ സത്യം. പക്ഷേ എന്നാലും ദൂരദർശനിൽ ഒരുപാട് പ്രോഗ്രാമുകൾ സാർ ചെയ്യുകയും ആ ഔദ്യോഗിക ജീവിതം കൂടുതൽ നല്ലൊരു കാലഘട്ടമായിട്ട് തന്നെ അവശേഷിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട പ്രോഗ്രാമുകൾ ഓർക്കാൻ കഴിയുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാര്യം ദൂരദർശൻ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ ദൃശ്യ മാധ്യമ രംഗത്തെ ഏറ്റവും ശക്തമായിട്ടുള്ളൊരു ഇപ്പോഴും അതെ, അന്നും അതെ, ശരിയായിട്ട് സീരിയസ് ആയിട്ട് ടെലിവിഷനെ കാണുന്നവർ. അന്ന് പക്ഷേ ദൂരദർശൻ ഒരു മാതൃകയായിരുന്നു അല്ലേ? ബാക്കിയുള്ള പ്രൈവറ്റ് ചാനൽസിനൊക്കെ തന്നെ ഒരു മാതൃകയായിട്ട് ഒരു 10 എത്രയോ വർഷം, എനിക്കൊന്നു ദൂരദർശൻ തുടങ്ങിയത് 85 ജനുവരി 1-ാം തീയതി ആണല്ലോ നമ്മൾ ഇവിടുന്ന് സംപ്രേഷണം ആരംഭിക്കുന്നത്. അത് കഴിഞ്ഞ് 96-ലാണ് തോന്നുന്നു അടുത്ത ഒരു പ്രൈവറ്റ് ചാനൽ വരുന്നത്. ആ കാലഘട്ടം ഒരു ദശകക്കാലം ദൂരദർശൻ സത്യത്തിൽ മലയാളികൾക്ക് ഒരു പ്രത്യേക ഒരു എൻ്റർടൈൻമെൻറ്റിൻ്റെ എല്ലാത്തിൻ്റെയും വാർത്തയുടെയും ഒക്കെ ഒരു ഉത്സവമായിട്ട് സമ്മാനിച്ച ഒരു ഇതാണ്. ആ ഘട്ടത്തിൽ സത്യത്തിൽ നല്ല നല്ല പരിപാടികൾ ചെയ്യുവാനായിട്ട് സാധിച്ചു. എനിക്ക് അതിൽ എടുത്തു പറയേണ്ടത് 2-3 ജീവിതം എന്നെ എന്ത് പഠിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് ഉണ്ടായിരുന്നു. യേശുദാസാണ് അതിൻ്റെ ആദ്യത്തെ ഇനോഗുറൽ എപ്പിസോഡിൽ പങ്കെടുത്തത്. TN ജയചന്ദ്രൻ സാറ്, IAS, പഴയ IAS, അദ്ദേഹമാണ് ഈ 52 എപ്പിസോഡ് ഉണ്ടായിരുന്നത്. ഈ 52 എപ്പിസോഡും നയിച്ചത് അദ്ദേഹമാണ്. കേരളത്തിലെ എല്ലാ പ്രമുഖരായിട്ടുള്ള എല്ലാ രംഗത്തുമുള്ള സാഹിത്യവും സാംസ്കാരികവും എല്ലാ സിനിമയിലും ഒക്കെയുള്ള രംഗത്തുള്ള ആളുകളെല്ലാം ആ സീരീസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അത് പണ്ട് നമ്മുടെ മലയാളത്തിൽ കേരള കലാകുമുദിനും മലയാളത്തിലും വന്നിരുന്ന ഒരു ജീവിതം എന്നെന്ത് പഠിപ്പിച്ചെന്ന് പറഞ്ഞൊരു സീരീസ് ഉണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? അതിൻ്റെ വിഷ്വലൈസേഷൻ ആയിരുന്നു. പക്ഷെ നമ്മൾ ഇത് വരുമ്പോൾ അതിൻ്റെ ഇൻ്റർവ്യൂ ബേസ്ഡ് ആക്കിയിട്ടുണ്ട്. മറ്റേത് ക്വസ്റ്റ്യൻസ് ആണല്ലോ. പക്ഷെ അത് ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി. ജീവിതത്തിൻ്റെ ഫിലോസഫി എന്താണെന്ന് നമ്മുടെ സ്റ്റുഡിയോയിൽ വെച്ചാണ് റെക്കോർഡ് ചെയ്യുന്നത്. സ്റ്റുഡിയോയിൽ വന്നിരുന്നിട്ട് ഈ പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ അത് സംസാരിക്കുന്നത് 20-25 മിനിറ്റ് നേരം. എല്ലാവരും അത് ശ്രദ്ധിച്ചിരിക്കുക. വരുന്നവരൊക്കെ മഹാരഥന്മാരായിരുന്നു അന്നത്തെ സാംസ്കാരിക രംഗത്തുള്ളവർ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരെണ്ണം ഉണ്ടായിരുന്നാണ് ഇന്നലെയുടെ രോമാഞ്ചം എന്ന് പറഞ്ഞിട്ട്. അതിതുപോലെ കായിക രംഗവുമായിട്ട് ബന്ധപ്പെട്ടവരാണ്. കായിക രംഗത്തിന് ഇപ്പം സൈമൺ സുന്ദർരാജ്, രവി അച്ഛൻ, പിന്നെ അങ്ങനെ പറയുന്നത് നമ്മുടെ ഫുട്ബോൾ ക്യാപ്റ്റൻ മണി, ഇങ്ങനെ ഒത്തിരി ആളുകൾ ഫുട്ബോൾ പഴയ കാല കായിക താരങ്ങൾ അവരവരുടെ അനുഭവം പങ്കിടുന്ന ഇന്നലെയുടെ രോമാഞ്ചം എന്നാണ് അതിൻ്റെ ടൈറ്റിൽ. അതെ. അങ്ങനെ അതൊരു നല്ല സീരീസ് ആയിട്ട് വന്നു. പിന്നെന്നുള്ളത് ഒരു ഓർമ്മയിൽ എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് ഉണ്ടായിരുന്നു. ഓർമ്മയിൽ സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞകാല സിനിമ രംഗത്ത് പ്രവർത്തിച്ചവർ, നടന്മാർ, സംവിധായകർ, ഗാനരചയിതാക്കൾ, സംഗീത സംവിധായകർ, ക്യാമറാമെൻ, ഇങ്ങനെയൊക്കെ ഉള്ളവരുടെ അവർ കഴിഞ്ഞ കാലത്ത് മരിച്ചുപോയവരുണ്ട്, സിനിമയിൽ നിന്ന് പിൻവാങ്ങിയവരുണ്ട്. അവരുടെയൊക്കെ
ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുകയും അവർ അതിലുള്ള ചിത്രങ്ങൾ എടുക്കുകയും പാട്ടുകൾ എടുക്കുകയും ഒക്കെ കാണിച്ചിട്ടുള്ളൊരു സീരീസായിരുന്നു. അത് ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു 60 എപ്പിസോഡിന് മേളിൽ പോയിട്ടുണ്ട്. അതിപ്പോഴും എനിക്ക് തോന്നുന്നു ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴും ദൂരദർശനിൽ ഇപ്പോഴും കാണിക്കുന്നുണ്ടെന്ന് എൻ്റെ ഓർമ്മ എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഓർമ്മയിൽ നിന്നുള്ള സീരീസ് വളരെയേറെ പേരെ ആകർഷിച്ച ഒരു സിനിമ ഇതായിരുന്നു. പിന്നെ അറിയാമല്ലോ പ്രതികരണം അവതരിപ്പിച്ച് ശ്രദ്ധിക്കപ്പെട്ട അതായത് നമ്മളൊരു പ്രേക്ഷകനും നിലയമായിട്ടുള്ള കേന്ദ്രമായിട്ടുള്ളൊരു കണ്ണി എന്നുള്ള രീതിയിൽ അത് കുറേ 10 വർഷത്തോളം അത് കൈകാര്യം ചെയ്യാനായിട്ട് സാധിച്ചു. അങ്ങനെ ഈ പറഞ്ഞ പോലെ കുടുംബ സദസ്സിലൊക്കെയുള്ള അംഗമായിട്ട് കുറേ കാലം കഴിയാനായിട്ടുള്ളൊരു ഭാഗ്യം ലഭിച്ചു. ഇതൊക്കെ നമ്മുടെ ഒരു പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള സംഗതികളാണ്. ഈ സ്പോർട്സ് കമന്റേറ്റർ എന്നുള്ള രീതിയിലൊക്കെ വരുന്നത് ഈ ഒരു കാലയളവിൽ അല്ല, സ്പോർട്സ് കമന്റേറ്റർ ഞാൻ ആകാശവാണി കാലത്താണ്. ആകാശവാണിയിൽ ജോലി ചെയ്യുന്ന സമയത്താണ് ഫുട്ബോളിലും വോളിബോളിലും അതുപോലെ നെഹ്റു ട്രോഫി ബോട്ട് റേസ് നമ്മളിവിടെ ഒന്ന് ലൈവായിട്ട് ഇവിടെ ദൂരദർശൻ കാണിച്ചിട്ടുള്ളത് വരെ. പിന്നെ ഏകദേശം ഒരു 100-150 തത്സമയ സംപ്രേഷണങ്ങൾ ലോകകപ്പ് ഒരു 4-5 കവർ ചെയ്തിട്ടുണ്ട്. 4 ലോകകപ്പ് കവർ ചെയ്യാനായിട്ട് സാധിച്ചു. വേൾഡ് കപ്പ് ക്രിക്കറ്റ്, വേൾഡ് കപ്പ് ടേബിൾ ടെന്നീസ്. അപ്പോൾ അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈ സ്പോർട്സ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സാംസ്കാരിക ഉന്നമനത്തിൻ്റെ ഒരു ഭാഗമാണത് അല്ലേ. അതിനെക്കുറിച്ച് ഞാൻ എഴുതി. അതിനെക്കുറിച്ച് എനിക്കൊന്ന് 2-3 പത്രങ്ങളിൽ കോളം കൈകാര്യം ചെയ്തിട്ടുണ്ട് സ്പോർട്സിൻ്റെ. അപ്പം അതിനെ മാറ്റി നിർത്തില്ല. അതോടൊപ്പം തന്നെ കഥ എഴുത്തും ബാക്കിയുള്ളതൊക്കെ തുടർന്ന് പോകാനായിട്ട് സാധിച്ചു. ഓക്കെ, ഇപ്പോൾ നമ്മൾ മാധ്യമ ജീവിതത്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പത്രം, ടെലിവിഷൻ, അതുപോലെ സിനിമ, അങ്ങനെ ആ ഒരു പ്രധാനപ്പെട്ട മേഖലകളെല്ലാം കൈവച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ സാറിനെ സംബന്ധിച്ചൊരു സന്തോഷം നൽകിയത് എവിടെയായിരുന്നു? ഏത് മേഖലയിലാണ് കൂടുതൽ സന്തോഷം കണ്ടെത്താൻ പറ്റിയിരുന്നത്? സന്തോഷത്തിൻ്റെ കാര്യം പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പറയുന്ന മേഖലകളിലെല്ലാം സത്യത്തിലെല്ലാം ഓരോന്നും ഓരോ തരത്തിലുള്ളതാണല്ലോ. ഓരോന്ന് സിനിമ പ്രത്യേകം, പത്രം വേറൊന്ന്, ടെലിവിഷൻ വേറൊന്ന്, റേഡിയോ വേറൊന്ന്, നാടകം ഒന്ന്, എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള സവിശേഷതയുണ്ട്. ആ സവിശേഷത ഏതിനകത്താണ് കൂടുതൽ സന്തോഷം എന്ന് പറയത്തക്കുള്ളൊരു സംഗതി അല്ല. എല്ലാം ആസ്വദിച്ചു എന്നുള്ളത് നമ്മുടെ പിന്നെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഘട്ടങ്ങൾ എങ്ങനെയാണെന്ന് പറയുന്ന പോലെ പ്രൊഫഷൻ്റെ ഓരോരോ ഘട്ടങ്ങൾ എന്നുള്ള രീതിയിൽ നമ്മളതിനെ കണ്ടാൽ മതി. ഓക്കെ, പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എം സുകുമാരൻ്റെ ശേഷക്രിയ എന്ന് പറയുന്നത് ചലച്ചിത്രമായപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട വേഷം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ഓർമ്മ എങ്ങനെയാണ്? അതിലെ പ്രധാന വേഷമല്ല, അതിന് ഒരു പ്രധാന വേഷം നായകനായിരുന്നു. നായകൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് കുഞ്ഞയ്യപ്പൻ. അത് അന്ന് അത് ഭയങ്കര ഒരു രസകരമായ ഒരു സംഗതി. അത് കലാകൗമുദിയിൽ ഈ നോവൽ സീരിയലൈസ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് വെച്ച് അത് നിർത്തേണ്ടി വന്നു. ഈ എം സുകുമാരൻ നമ്മുടെ പ്രസിദ്ധനായ കഥാകൃത്താണല്ലോ. അപ്പോൾ ഒരു പാർട്ടിയിലുണ്ടായ ഇന്നർ പോളിറ്റിക്സിനെ കുറിച്ചാണ് അദ്ദേഹം ആ നോവൽ എഴുതിയത്. അദ്ദേഹം അന്ന് പിന്നെ AG's ഓഫീസിൽ ഇരിക്കുന്ന സമയത്ത് അത് പിന്നെ പുള്ളിയെ സസ്പെൻഡ് ചെയ്യുകയും ഡിസ്മിസ് ചെയ്യുകയൊക്കെ ചെയ്തു. ഏതൊരു പാർട്ടിയുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞിട്ടാണ് അതൊക്കെ ചെയ്തത്. അപ്പോൾ ആ സമയത്ത് പാർട്ടി അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ദുരന്തത്തിൻ്റെ കാരണം. അതിനെയാണ് ഈ ശേഷക്രിയ എന്ന് പറഞ്ഞിട്ട് ഈ പിന്നെ നോവൽ എഴുതാനായിട്ടുള്ള റീസൺ, അതിൻ്റെ ഒരു പശ്ചാത്തലം അത് കലാകൗമുദിയിൽ വന്നു കഴിഞ്ഞിട്ട് പല എതിർപ്പ് കാരണം അത് പകുതിക്ക് വെച്ച് നിർത്തി. അങ്ങനെ നോവൽ അന്ന് സത്യത്തിൽ കേരളമാകെ സാംസ്കാരിക രംഗത്തും എഴുത്ത് രംഗത്തും ഭയങ്കരമായിട്ട് കത്തി നിൽക്കുന്ന ഒരു സമയമായിരുന്നു ആ നോവൽ. എല്ലാവരും ഈ കലാകൗമുദിയുടെ അടുത്ത ലക്കത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ഘട്ടമായിരുന്നത്. നമ്മളും അതിൻ്റെ കൂട്ടത്തിലാണ് ഈ നോവൽ ഇങ്ങനെ വായിച്ചിട്ട്. അപ്പോൾ ഈ കുഞ്ഞയ്യപ്പൻ എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് അന്ന് ഈ സിനിമ ആകുന്നതെന്ന് പറഞ്ഞ കാര്യം സിനിമയാക്കാൻ പറ്റിയൊരു വിഷയം ആയിരുന്നില്ല അത്. കാര്യം പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയെ എടുത്തു കാണിക്കുന്ന അതിൻ്റെ അപജയത്തെക്കുറിച്ച് സംസാരിക്കുന്നതും ഉൾപ്പാട്ട് ജനാധിപത്യത്തെക്കുറിച്ച് പറയുന്ന ഒരു അങ്ങനത്തെ ഒരു നോവലായിരുന്നു അത്. അപ്പോൾ അത് സിനിമയാക്കാൻ പറ്റുമോ എന്നുള്ളതെന്ന് അറിയത്തില്ല. പക്ഷേ അത് സിനിമ ആകാനുള്ള റീസൺ ആയെന്നുള്ള കാരണം എൻ്റെ ഒരു ബാല്യകാല സുഹൃത്തുണ്ട്. SSLC വരെ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ പേര് രവി ആലുമൂട് എന്നാണ്. നടൻ KT മുഹമ്മദിൻ്റെ സൃഷ്ടി എന്ന നാടകത്തിലെ ആ വിശപ്പ് എന്നുള്ള കഥാപാത്രത്തെ അവതരിപ്പിച്ച രവിയാണ്. രവി നല്ലൊരു വായനക്കാരനാണ്, നല്ല കലാകാരനാണ്. അപ്പോൾ ഒരു ദിവസം ആകാശവാണി ഇരിക്കുന്ന സമയത്ത് രവി അപ്പോൾ യാഗം എന്ന് പറഞ്ഞ സിനിമ ശിവൻ സംവിധാനം ചെയ്തല്ലോ, നാഷണൽ അവാർഡ് കിട്ടി. യാഗത്തിൻ്റെ ഷൂട്ടിങ് കഴിഞ്ഞ സമയം. അപ്പോൾ യാഗത്തിൻ്റെ സ്റ്റില്ലൊക്കെ ഇങ്ങനെ സിനിമാ സീരിയലൊക്കെ വരുന്നൊരു സമയമായിരുന്നു.
ഒരു ദിവസം രവി എന്നെ കാണാനായിട്ട് ആകാശവാണിയിലെത്തുന്നു. അപ്പം ഞങ്ങൾ എനിക്ക് തോന്നുന്നു SSLCക്ക് ശേഷം പിന്നെ കണ്ടിട്ടില്ല, ഞങ്ങളൊന്നും മീറ്റ് ചെയ്തിട്ടില്ല. ആകാശവാണി വന്ന് ഇതൊക്കെ സംസാരിച്ചപ്പോൾ ഞങ്ങൾ കണ്ടു, പഴയ സൗഹൃദമൊക്കെ പുതിയ കഴിഞ്ഞാൽ രവി പറഞ്ഞു, ജോണെ ഞാനൊരു പ്രത്യേക കാര്യത്തിനാണ് വന്നത്, ഞാനൊരു സിനിമ സംവിധാനം ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു. നല്ല കാര്യം, നിങ്ങൾക്ക് കാര്യം നല്ലൊരു കലാകാരനാണല്ലോ രവി, നല്ല കാര്യം, നിങ്ങളത് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു. അത് ഏതാ ചെയ്യുന്നത്? ശേഷക്രിയയാണ്, എം സുകുമാരൻ്റെ. ഞാൻ പറഞ്ഞു ശേഷക്രിയ അങ്ങനെ ഒരു സിനിമയ്ക്ക് പറ്റിയ ഒരു വിഷയമല്ലല്ലോ എന്ന് പറഞ്ഞു. ഞാനൊന്നും ഞെട്ടി. അതല്ല, അതിനകത്ത് സിനിമയുടെ വലിയൊരു അംശമുണ്ട്, അതിനകത്ത് സിനിമയുടെ വലിയൊരു സംഗതി അതിനകത്തുണ്ട്. സിനിമാറ്റിക്കാണ്, ഹൈലി സിനിമാറ്റിക്കാണെന്നാണ് പുള്ളിയുടെ പക്ഷം. ഞാൻ പറയും നല്ല കാര്യം ചെയ്യുമെന്ന് പറഞ്ഞപ്പം അതിനകത്ത് നായക കഥാപാത്രത്തിൻ്റെ പേരറിയാമോ നിങ്ങൾക്ക്? ഞാൻ ചോദിച്ചു. പിന്നെ കുഞ്ഞയ്യപ്പൻ അന്ന് ഭയങ്കര ഇതല്ലേ, ഈ കുഞ്ഞയ്യപ്പൻ അന്ന് ഈ എഴുത്തുകാരുടെ അല്ല ഈ വായനക്കാരുടെ ഒരു ഇതായിട്ടത്തെ സമയം, ആ കുഞ്ഞയ്യപ്പനെ നിങ്ങൾ അവതരിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞു. അതിപ്പോൾ നമുക്ക് വലിയൊരു അത് ഒരു വല്ലാത്തൊരിതാണോ. പിന്നെ യാഗം കൊണ്ട് തീർന്ന നമ്മൾ സിനിമയായിട്ടല്ലോ, സിനിമയിൽ പോകണമെന്നൊന്നുമില്ല, യാഗം യാദൃശ്യമായിട്ട് സംഭവിച്ചൊരു കാര്യമാണ്. ONV സാറാണ് എന്നെ യാഗത്തിന് വേണ്ടിയിട്ട് ശിവന് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നത്. അന്ന് ONV സാറിനെ MA ഞാൻ പഠിക്കുന്ന സമയത്ത് ONV സാറുണ്ടല്ലോ, സാറാണ് എന്നെ യാഗത്തിന് വേണ്ടിയിട്ട് ശിവനെ പരിചയപ്പെടുത്തുന്നതും ശിവനെ ഇത്. പക്ഷെ സിനിമ ഒരു 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 നടത്തിക്കൊണ്ട് പോകുന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണ ഇല്ലാതിരിക്കുന്ന സമയത്താണ് ഇത് വരുന്നത്. അങ്ങനെയാണ് ശേഷക്രിയയിൽ വരച്ച്. അതിൽ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞയ്യപ്പൻ അന്ന് 1982 ഷൂട്ടിംഗ് തുടങ്ങിയത് 80 കണ്ടൊക്കെയാണ്, പക്ഷെ റിലീസ് ചെയ്ത് 82. 82 മലയാള സിനിമ ചലച്ചിത്ര അവാർഡിൽ ഏറ്റവും അവസാനം വന്ന മികച്ച നടനുള്ള പുരസ്കാരത്തിന് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്ത ഒരു വേഷമായിരുന്നു കുഞ്ഞയ്യപ്പൻ്റെ. അത്രയും അത് നല്ലൊരു പിന്നെ ഒരു ഇത്. അത് അന്ന് ആ അവാർഡ് കൊടുത്തത് നെടുമുടി വേണുവിൻ്റെ വിട പറയും മുമ്പിൽ സേവർക്കാണ്. എത്രയോ വേണു ഏറ്റവും നന്നായിട്ട് അവതരിപ്പിച്ച അല്ല പറയുമായിരുന്നു. ആ കഥാപാത്രം അത്രയ്ക്ക് നമ്മുടെ വായനക്കാരെയും സിനിമ അധികം പേര് കണ്ടിട്ടില്ല, പക്ഷേ കണ്ടവരെയും സ്വാധീനിച്ചൊരു സിനിമയായിരുന്നത്. ഓക്കെ, ഇനിയും ഒരുപാട് വിശേഷങ്ങളുണ്ട്. എന്തായാലും നമുക്ക് അടുത്ത ഒരു ഘട്ടത്തിൽ അതേക്കുറിച്ച് കൂടുതൽ അറിയാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.